നമ്മളിന്ന് സംസാരിക്കുന്നത് ചില നടീനടന്മാരെ കുറിച്ചാണ്. അവരുടെ തുടക്കകാലത്ത് മലയാള സിനിമയിൽ ചില വേഷങ്ങൾ ചെയ്തെങ്കിലും തിളങ്ങാനായില്ല. കാലങ്ങൾക്ക് ശേഷം ചില കഥാപാത്രങ്ങളിലൂടെ അവർ മലയാളി പ്രേക്ഷകരുടെ നെഞ്ചിൽ ഇടം നേടുകയും ചെയ്തു. അത്തരത്തിലുള്ള ചില നടീനടന്മാരെ കുറിച്ചും അവരുടെ പഴയകാല സിനിമാ രംഗങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായി വരികയും പിന്നീട് താരങ്ങളായി മാറുകയും ചെയ്തവരെ കുറിച്ചും ബാലതാരങ്ങളായി വന്നവരെ കുറിച്ചുമെല്ലാം അതിൽ പറഞ്ഞിട്ടുമുണ്ട്. അതിന്റെ ഒരു സിംഗിൾ വാച്ച് എപ്പിസോഡ് ഫസ്റ്റ് കമന്റിൽ കാണാവുന്നതാണ്. മലയാള സിനിമയിൽ ഒരുപാട് നല്ല വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു നടനാണ് ജയശങ്കർ. ഇദ്ദേഹത്തിന്റെ ആമേൻ സിനിമയിലെ വിശക്കോൽ പാപ്പി എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധേയകരമാണ്. ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോ എന്തൊരാശ്വാസം. അതുപോലെ തന്നെ ഏറെ ഫേമസ് ആയ അദ്ദേഹത്തിന്റെ രംഗമാണ് മഹേഷിന്റെ പ്രതികാരത്തിലെ ദേശീയ ഗാനം രംഗം. ഇദ്ദേഹം സിനിമയിൽ വന്നത് 1994 ൽ കെ ഹരിദാസ് സംവിധാനം ചെയ്ത ജയറാം ചിത്രമായ വധു ഡോക്ടറായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ. ജയറാമിന്റെ കയ്യിൽ നിന്നും തല്ലു വാങ്ങുന്ന ഒരു ചെറിയ കഥാപാത്രമായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചത്. 1995 നിസാർ സംവിധാനം ചെയ്ത് ഇന്ദ്രൻസ്, ദിലീപ്, പ്രേംകുമാർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ 3 Men Army എന്ന സിനിമയിലും ഇദ്ദേഹത്തിന് ഒരു കഥാപാത്രമുണ്ടായി. അന്ന് പായിപ്പാട്ട് നാട്ടുകാർ കാറിന്റെ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ച് 500 രൂപ കൊടുക്കാതിരുന്നപ്പോഴേ അയാൾ പറഞ്ഞതാ. ആ സിനിമയിൽ കൂടുതൽ രംഗങ്ങളിൽ അദ്ദേഹത്തെ കാണിക്കുന്നുണ്ട്. ദിലീപിന്റെ ട്രൂപ്പിലെ ഒരു അംഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രം. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഒരുപാട് സിനിമകളിൽ ചെറിയ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്നവ കമന്റ് ചെയ്യുമല്ലോ. 2018 നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ നടനാണ് KTC അബ്ദുള്ള. ഇദ്ദേഹത്തിന്റെ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ശ്രീനിവാസന്റെ അറബിക്കഥ സിനിമയിലെ ഈ ഒരു കഥാപാത്രം ഏറെ ഫേമസ് ആയ ഒന്നാണ്. ഞാനത് കൊടുക്കൂല. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണല്ലേ? പ്രേക്ഷകരെ ഒരുപാട് ഇമോഷണൽ ആക്കിയ അദ്ദേഹത്തിന്റെ ഒരു കഥാപാത്രമായിരുന്നു സുഡാനി ഫ്രം നൈജീരിയയിൽ സൗബിന്റെ ഫാദറായി വന്ന കഥാപാത്രം. ഒരു സ്റ്റേജ് പെർഫോമറായ അദ്ദേഹം 35ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം സിനിമയിൽ ആദ്യമായി മുഖം കാണിക്കുന്നത് 1977 1977 രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത് ജോസ്, ശോഭ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ദ്വീപ് എന്ന സിനിമയിലായിരുന്നു അത്. ഇന്ന് ഒറ്റ രാത്രി കൊണ്ട് കപ്പൽ ഇവിടെ എത്താം. ആ ഒരു സിനിമയിൽ ആലപ്പി അഷ്റഫും ഒരു വേഷം കൈകാര്യം ചെയ്തിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ KTC അബ്ദുള്ള ഒരുപാട് ചെറിയ ചെറിയ വേഷങ്ങളിൽ വന്നിരുന്നു. KTC എന്നത് കോഴിക്കോടുള്ള ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയാണ്. ആ കമ്പനിയിൽ വർക്ക് ചെയ്തതുകൊണ്ടാണ് KTC അബ്ദുള്ള എന്നറിയപ്പെടുന്നത്. KTCയുടെ തന്നെ ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയാണ് ഗൃഹലക്ഷ്മി ഫിലിംസ്. വടക്കൻ വീരഗാഥ പോലെയുള്ള ഒരുപാട് സിനിമകൾ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവർ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളിലെല്ലാം തന്നെ പ്രൊഡക്ഷൻ മാനേജറായിട്ടും അബ്ദുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. അത്തരം സിനിമകളിലെല്ലാം തന്നെ ചെറിയ ചെറിയ വേഷങ്ങളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട്. IV ശശിയുടെ അഹിംസ എന്ന സിനിമയിൽ ഔക്കർ എന്ന റോളിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. ബാലചന്ദ്ര മേനോൻ എഴുതി സംവിധാനം ചെയ്ത ചിരിയോ ചിരി എന്ന സിനിമയിൽ ഒരു ചായക്കടക്കാരന്റെ റോളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. ചോദിക്കാൻ എന്താ, ഒരു 10-50 ഉറുപ്പിയായി കാണും. പക്ഷെ അയാളുണ്ടല്ലോ, പണ്ടിവിടെ അടിയും തല്ലും തകരാറും ഒക്കെ ഉണ്ടാക്കി നടന്ന മനുഷ്യനാ. 84 മമ്മൂട്ടി, ശോഭന, റഹ്മാൻ തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് ഇത്തിരി പൂവേ ചുവന്ന പൂവേ. ആ സിനിമയിലും അദ്ദേഹം ഒരു കഥാപാത്രമായി വരുന്നുണ്ട്. സിനിമയിൽ കാണിക്കുന്ന ഒരു തെരുവ് നാടകത്തിലെ ഒരാളായിട്ടാണ് അദ്ദേഹം വരുന്നത്. അവളുടെ അമ്മയുടെ നിറവും ചായയാണ്, അവളുടെ അമ്മയും സുന്ദരി തന്നെയാണ്. 85 ഭരതൻ സംവിധാനം ചെയ്ത ഒഴിവുകാലം എന്ന സിനിമയിലും അദ്ദേഹം പൈലിച്ചേട്ടൻ എന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. അവളിപ്പോ അങ്ങ് അവന്റെ വീട്ടിലല്ലേ. ഈ സിനിമകളെല്ലാം തന്നെ പ്രൊഡ്യൂസ് ചെയ്തത് ഗൃഹലക്ഷ്മി ഫിലിംസ് ആയിരുന്നു. 86 വാർത്ത എന്ന സിനിമയിലും പിന്നീട് 1991 സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത എന്നും നന്മകൾ എന്ന സിനിമയിൽ ഒരു പേഷ്യന്റായും അദ്ദേഹം വന്നിരുന്നു. പിന്നീട് അദ്ദേഹം സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത് 2006 ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ശ്രീനിവാസൻ ചിത്രമായ യെസ് യുവർ ഓണറിലായിരുന്നു അത്. പിന്നീട് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്ന അറബിക്കഥ പോലെയുള്ള ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. ഉപ്പുമുളകും എന്ന സിറ്റ്കോമിൽ ബാലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഫേമസ് ആയ ഒരു നടനാണ് ബിജു സോപാനം. അതിനുശേഷമാണ് അദ്ദേഹം ഒരുപാട് സിനിമകളിൽ കഥാപാത്രങ്ങളായി വന്നത്. എന്നാൽ അതിനെല്ലാം മുമ്പ് 2005 ബിജു സോപാനം സിനിമയിൽ വന്നിരുന്നു. 2005 ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ മമ്മൂട്ടി ചിത്രമായ രാജമാണിക്യത്തിലായിരുന്നു അത്. സായ്കുമാറിന്റെ കാറിലേക്ക് ഒരു കൊലയാളിയെ കയറ്റിവിടുന്ന ഒരു കഥാപാത്രമായിട്ടാണ് അദ്ദേഹം ആ സിനിമയിൽ അഭിനയിച്ചത്. ஐயா காப்பாத்துங்க ஐயா, ஓடையில் வீണ് தலை உடஞ்சாச்சு, அங்க ஒரே கும்பலா இருக்கு, ஆஸ்பத்திரிக்கு போனோம் ஐயா, காப்பாத்துங்க. 2006 മമ്മൂട്ടി, ശ്രീനിവാസൻ തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ കോമഡി ചിത്രമായ ഭാർഗവ ചരിതം 3-ാം ഖണ്ഡം എന്ന സിനിമയിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ലഹരിയുടെ അടിമകളാക്കി കോടികൾ കൊയ്യുന്ന ഭീകരന്മാരുടെ താവളമാണെന്ന് കേരളം. ആത്മാഭിമാനമുള്ള ഒരു മലയാളി ഈ അപമാനഭാരം താങ്ങി
എത്ര നാൾ തലകുനിച്ചു നിൽക്കും? ആ ചോദ്യത്തിനുള്ള ഉത്തരം ജിസ് ജോയി ആയിരുന്നു അദ്ദേഹത്തിന് ആ സിനിമയിൽ ശബ്ദം നൽകിയത്. നാഷണൽ അവാർഡിന്റെ നിറവിൽ നിൽക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട നടൻ വിജയരാഘവൻ. പൂക്കാലം എന്ന സിനിമക്കായിരുന്നു ബെസ്റ്റ് ആക്ടർ ഇൻ ക്യാരക്ടർ റോൾ എന്ന കാറ്റഗറിയിൽ അദ്ദേഹത്തിന് നാഷണൽ അവാർഡും കേരള സ്റ്റേറ്റ് അവാർഡും ലഭിച്ചത്. 1980-കൾ മുതൽ തന്നെ അദ്ദേഹം സിനിമയിലുണ്ട്. ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളായിരുന്നു അവയെല്ലാം തന്നെ. എന്നാൽ 1970-ലും അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിരുന്നു. 1973-ൽ അദ്ദേഹത്തിന്റെ അച്ഛൻ NN പിള്ള എഴുതി ക്രോസ് ബെൽറ്റ് മണി സംവിധാനം ചെയ്ത കാബാലിക എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമയിൽ ബാബു എന്നൊരു ചെറുപ്പക്കാരനായിട്ടാണ് അദ്ദേഹം വരുന്നത്. 1975-ൽ ജെ ശശികുമാർ സംവിധാനം ചെയ്ത പ്രേം നസീർ ചിത്രമായ പിക്നിക്കിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പുലിക്കണ്ണൻ ഡാം സൈറ്റിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ സന്ദർശിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള 7 ഡാം സൈറ്റുകളിൽ ആദ്യത്തെ 1992-ൽ ജയറാം, സിദ്ദിഖ്, ജഗദീഷ് ശ്രീകുമാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഹരിദാസ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് ഊട്ടിപ്പട്ടണം. മലയാളത്തിൽ 1-2 സിനിമയിൽ മാത്രം നായികയെ അഭിനയിച്ച് അപ്രത്യക്ഷമാകുന്ന നടിമാരുണ്ട്. അങ്ങനെ ഒരാളായിരുന്നു ആ സിനിമയിലെയും നായിക. കൂവളശ്ശേരി കോവിലകത്ത് രഞ്ജിനി വർമ്മ. സീന എന്ന കഥാപാത്രത്തെയാണ് ആ സിനിമയിൽ നടി അവതരിപ്പിച്ചത്. സീന മുഹമ്മദ് കോയ. ഈശ്വരി റാവു എന്നാണ് ഈ നടിയുടെ പേര്. സീന മാത്യു കൂട്ടുപുരയ്ക്കൽ. വർഷങ്ങൾക്ക് ശേഷം ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളിലൂടെ ഈ നടി വീണ്ടും മലയാളികളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. KGF ചാപ്റ്റർ 2-വിലെ ഫാത്തിമ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അവരായിരുന്നു. സലാറിൽ അമ്മയായി വന്നതും അതേ നടി തന്നെയായിരുന്നു. ഉണ്ടയിലും ബാന്ദ്രയിലും എല്ലാം പിന്നീട് അവർ അഭിനയിച്ചിട്ടുണ്ട്. മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് സേതുലക്ഷ്മി. നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ അറിയാമേടാ. നിന്റെ കൂടെ സ്കൂളിൽ പഠിച്ച TC അറിയാമോ? ഒരുപാട് ക്യാരക്ടർ റോളുകളിലും അമ്മ കഥാപാത്രങ്ങളുമായെല്ലാം തന്നെ അവർ അഭിനയിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ എന്റെ കാലിന്റെ പെരുവരലിന്നൊരു രോമാഞ്ചം അങ്ങോട്ടേക്ക്. 2005-ന് ശേഷമാണ് അവർ ശ്രദ്ധിക്കപ്പെടുന്ന ഒരുപാട് കഥാപാത്രങ്ങളായി സിനിമയിൽ സജീവമായി വന്നത്. എന്നാൽ സേതുലക്ഷ്മി 1990-ലും ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു. 1990-ൽ സായ് കുമാർ, അശ്വിനി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി KG ജോർജ് എഴുതി സംവിധാനം ചെയ്ത ഈ കണ്ണിക്കൂടി എന്ന സിനിമയിലായിരുന്നു അത്. അക്കാമ എന്നൊരു കഥാപാത്രത്തെയായിരുന്നു സേതുലക്ഷ്മി ആ സിനിമയിൽ അവതരിപ്പിച്ചത്. പിന്നീട് ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ച ശേഷമാണ് അവർ 2005-ൽ വീണ്ടും സിനിമയിലെത്തുന്നത്. എന്തോന്നുമല്ല, വേർത്തക്കാരിയാണെങ്കിൽ എന്നെ സ്വന്തം പോലെയാ കരുതിയിരുന്നെ. ചത്തിട്ട് കുഴിച്ചിടാൻ പോലും ആരും ഇല്ലാന്ന് പത്രത്തിൽ പറയുന്നു. ഒരു വണ്ടി പിടിച്ചോണ്ട് വള്ള പൈസ എന്റെ കാണും. സാറന്മാരൊന്ന് ഏർപ്പാടാക്കി തന്നാ മതി. എവിടെയാ കിടത്തിയിരിക്കുന്നത്? എന്നെ ഒന്ന് കാണിച്ചതാ. ഇത്തരത്തിൽ ഇപ്പോൾ ഫേമസ് ആയ നടന്മാർ പഴയ കാലങ്ങളിൽ അഭിനയിച്ച രംഗങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.